back to my channel. ഞാൻ ലിസ മുൻപോട്ടാണ് മാനിഫെസ്റ്റേഷൻ കോച്ച് ആൻഡ് ഫെങ്ഷി വെൽത്ത് കോച്ച്. വീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വയം ഉയർത്താം എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും വീണ് പോയിട്ടുണ്ടാകും. ഇനി എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, ഇതെൻ്റെ വിധിയാണ്, ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന ഒരു നിഷേധാത്മക ചിന്തയോടുകൂടി നമ്മൾ വളരെ സങ്കടത്തോടെയും വിഷമത്തോടും കൂടിയൊക്കെ വീണിടത്ത് തന്നെ നമ്മൾ വീണ് കിടക്കുന്നുണ്ടാവും. പക്ഷെ ആ വീണിടത്ത് തന്നെ വീണ് കിടക്കാൻ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ചാടി എണീക്കണം. അതിനാണ് നമുക്ക് കൈയും കാലും ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചിലപ്പം കുടുംബ പ്രശ്നമായിരിക്കാം, പ്രണയബന്ധങ്ങളായിരിക്കാം, ഒരു ജോലി ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്. ഏത് കാര്യത്തിലാണെങ്കിലും ചിലപ്പം നമ്മൾ വീണ് പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നവർ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. വീട്ടുകാർ നമുക്ക് നേരെ മുഖം തിരിച്ചിട്ടുണ്ടാകും, കൂട്ടുകാർ മുഖം തിരിച്ചിട്ടുണ്ടാകാം, ബന്ധുക്കളും ആൾക്കാരും സുഹൃത്തുക്കളൊക്കെ നമ്മളെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇതിൽ നിന്നും നമുക്കൊരു മോചനമില്ല, ഇതെൻ്റെ അവസാനമാണ്, ഇനി ഞാൻ ഈ പണിക്ക് വരികയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി വരട്ടെ, നമുക്ക് വീണ്ടെടുത്ത് നമുക്ക് സ്വയം നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്ത് നമുക്ക് തന്നെ നമ്മളെ ഉയർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന് സ്കെയിലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി, ഒരു സ്വയം മോട്ടിവേറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് തന്നെ സാധിക്കാന്നുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഇരിക്കാതിരിക്കുക. ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാർ, ഒരു സുഹൃത്ത്, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു നമ്മൾ ഓടിച്ചെന്ന് പറയും, സാരമില്ല പോട്ടടാ, ഇനി ഒന്ന് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കാൻ ആരാ ഉള്ളത്? കൂട്ടുകാരും വീട്ടുകാരും അയൽക്കാരും ബന്ധുക്കളും എല്ലാം മുഖം തിരിച്ചു. നമ്മളല്ലാതെ ആര് സമാധാനിപ്പിക്കും? അതുകൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കുക, നമ്മൾ ഹാപ്പിയാക്കി നിർത്തുക. എന്ത് വന്നാലും പോട്ടെ, ഇതൊക്കെ കടന്നു പോകും. ഐ ആം ബെസ്റ്റ്, എനിക്ക് ഐ കാൻ ഡു എന്നും പറഞ്ഞ് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും ഒന്നും തോൽപ്പിക്കാൻ വേണ്ടി ഒന്നും സാധിക്കുന്നതല്ല. പിന്നീട് നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് പിഴവ് പറ്റിയത്, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി കാരണം, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ വളരെ ഗഹനമായിട്ട് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് മാറ്റി വഴി തിരിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ വരും. ഇപ്പം നമ്മളെല്ലാവരോടും പറയുന്നൊരു സ്വഭാവമാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, നമ്മളെല്ലാവരോടും കൂട്ടുകാരോടും വീട്ടുകാരോടും അഭിപ്രായമൊക്കെ ചോദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ, എല്ലാം കാല് തൊട്ട് വന്നിച്ച് മുഹൂർത്തമൊക്കെ നോക്കുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാതിരിക്കുക. അത് നമ്മളെ വഴി തിരിച്ചു വിടുക. അങ്ങനെ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു മാറ്റം വരുത്തിയെടുക്കുകയാണെങ്കിൽ കുറേയേറെ മാറ്റങ്ങൾ നമുക്ക് വരാൻ പറ്റും. മൂന്നാമത്തെ നമ്മൾ വേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ ചിന്തകളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ ഒരു ദിവസം കടന്നു പോകുന്ന ചിന്ത 60,000-നും 70,000-നും ഇടയിലാണ്. അപ്പം അതിനകത്ത് റിച്ച് തോട്ടുണ്ട്, വേസ്റ്റ് തോട്ടുണ്ട്, ഇങ്ങനെ പല റിപ്പീറ്റഡ് തോട്ടുകളുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. ഈ വേസ്റ്റായ റിപ്പീറ്റഡായി വരുന്ന ഈ തോട്ടുകളെയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തിയിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, എന്താണോ ഇനി ജീവിതത്തിൽ നന്നാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക. അതിനെക്കുറിച്ച് മാത്രം വീണ്ടും 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 റിപ്പീറ്റഡായി ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാതെ നമുക്ക് അയ്യോ അത് പറ്റിപ്പോയല്ലോ, ഇനി അത് സാധിക്കുമോ, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അത് ശരിയാകുമോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകണ്ട. നമുക്ക് എന്താണ് ഇനി പോയത് പോട്ടെ, നമുക്ക് കയ്യും കാലും ഒക്കെ ദൈവം തന്നിട്ടില്ലേ, ചിന്തിക്കാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ തന്നിട്ടില്ലേ. എത്രയോ പേര് നടക്കാൻ വയ്യാതെ എണീക്കാൻ വയ്യാതെ കിടക്കുന്നു. അവരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാകും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ദൈവം എത്ര അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് പോയത് പോട്ടെ, വീണ്ടും നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഏതിനോട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ അനുഗ്രഹിച്ച, നമുക്ക് ഇന്ന ദിവസം ഈ ഭൂമി കാണാൻ വേണ്ടി പോലും നമ്മളെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തോട് നമുക്കൊരു നന്ദി ഉണ്ടായിരിക്കണം. നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അയൽക്കാരോട്, ബന്ധുക്കളോട്, കൂട്ടുകാരെല്ലാവരും കൂടി നമ്മൾ ദയോടുകൂടി പെരുമാറുക. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടു പോയി, അപ്പം നമ്മൾ പറയുക
ഞാൻ തിരഞ്ഞെടുത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ഇനി നീ എനിക്ക് തരുമ്പം ഇതിൽ മികച്ചത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ നിനക്ക് നന്ദി പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ ദിവസം നമ്മളെ തന്നെ നമുക്ക് അങ്ങനെ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വേണ്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായൊരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം, എന്താണ് നമുക്ക് നേടേണ്ടത്. പലർക്കും എന്താണ് ലക്ഷ്യം എന്ന് അറിയത്തില്ല, പല ലക്ഷ്യങ്ങളും ഒരുമിച്ച് ചെയ്യും, അതിലേക്ക് എത്തിപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അത് പകുതി വെച്ച് സ്റ്റക്കായി പോവുകയും ചെയ്യും. അപ്പോൾ അതല്ല വേണ്ടത്. നമുക്ക് വ്യക്തവും ശക്തവും ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം, അതിലേക്ക് മാത്രമായിരിക്കണം നമ്മളെ ശ്രദ്ധ. നമ്മൾ ഇന്ന് കാണുന്ന ഈ കണ്ട പണക്കാരെല്ലാം അവരൊക്കെ ഇങ്ങനെയായി മാറിയതിന് പിന്നിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവർക്ക് ഒരു വ്യക്തമായൊരു ഗോളുണ്ട്, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അവരതിലേക്ക് മാത്രമാണ് ശ്രദ്ധിച്ചത്. പ്രശ്നങ്ങളോട് അവർ പോയി പണി നോക്കാൻ പറയും, അതതിൻ്റെ രീതിക്ക് വന്നേച്ച് അതങ്ങ് പോയിക്കോളും. അതൊന്നും അവിടെ സ്ഥായിയായി നിലനിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിനുശേഷം നമ്മൾ വേണ്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്. ഇപ്പം നമ്മളൊരു വീട് പണിയുമാണ്, നമുക്ക് ആ വീടിൻ്റെ പ്ലാനില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ സ്ഥാനം എവിടെയാണ്, എത്ര റൂമുകൾ വേണം, കാർ പോർച്ച് എവിടെയാണ്, 2 നില വേണം, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും. അതുപോലെ നമ്മുടെ ബിസിനസ് ആണെങ്കിലും നമ്മുടെ ജോലിയാണെങ്കിലും എല്ലാം നമ്മുടെ വിവാഹമാണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് എടുക്കും, ആരെയാണ് വിളിക്കേണ്ടത്, ഏത് ബാങ്കിലാണ് ഒരു ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ പോകേണ്ടത്, ആരൊക്കെയാണ് ഇതിൻ്റെ പാർട്ട്ണറായി വെക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം നമ്മൾ. അതിനുശേഷം നമുക്കിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഏത് രാജ്യത്തേക്കാണ് പോകേണ്ടത്, ഏത് ടൈപ്പ് ജോലിയാണ്, ഏത് സൈറ്റിലാണ് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്, അവിടെ കയറി നമ്മൾ എന്തൊക്കെയാണ് അവരുടെ ഫോർമാലിറ്റീസ്, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് എന്താണ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതാണ് 7ാമത്തേത് നമുക്ക് വേണ്ടതാണ് ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാതെ അവിടെ തന്നെ ഇരിക്കണം, നമുക്ക് ആരെങ്കിലും കൊണ്ടെത്തരുമോ? നമ്മളെത്ര നമുക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ ഇറങ്ങി നമ്മൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് കാണേണ്ടത്, ഇതൊക്കെ നമ്മൾ ആക്ഷൻ എടുത്തു തുടങ്ങണം. ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ ആക്ഷൻ എടുത്തു തുടങ്ങുമ്പോൾ അവയെല്ലാം നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കും. പിന്നീട് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിക്കണം. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ചിലർ കണ്ടില്ലേ, ചില കടകളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നും പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ആ നാട്ടിൽ ആരും അങ്ങനെ കൊടുക്കുന്നുണ്ടാവില്ല. അവർക്കറിയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, 2 സാധനങ്ങളുടെയും വില എന്താണ്, എന്ത് ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആൾക്കാർ ആ കടകളിലേക്ക് കൂടുതലായിട്ട് ചെന്ന് ചേരും. കാരണം അത് അവരുടെ ഒരു സ്ട്രാറ്റജി, അവരുടെ തന്ത്രമാണത്. ഇപ്പം നമ്മൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടെ ടൗണിലൊരു നല്ലൊരു ഹോട്ടൽ വന്നു, കുറച്ച് നാൾ നല്ലോണം ആൾക്കാർ ഇടിച്ചു കയറുന്നൊരു ഹോട്ടലാണ്. അത് കണ്ടു കഴിയുമ്പം വേറൊരാൾ അതിന് നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവെക്കും. അത് ആ 2 കടയും ഒരുപോലെ ഇല്ലാതായിപ്പോവും, 2 കടയ്ക്ക് ഒരുപോലെ കച്ചവടം ഇല്ലാതായിപ്പോവും. അപ്പം നമ്മൾ നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽ എന്തിനാണ് എന്നൊക്കെ നോക്കി വേണം നമ്മൾ ചെയ്യാൻ. ഒരാൾ ചെയ്യുന്നത് തന്നെ കണ്ട് നമ്മൾ ചെയ്യരുത്, 2 നശിച്ചു പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിനെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് ബിലീവ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലും, ദൈവം പാതി താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നത്. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ നിരന്തരം ദൈവത്തോട് പറയുക. അപ്പോൾ അതിനുള്ള ആൾക്കാരെയും അതിനുള്ള പല സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ, പല ആൾക്കാരിലൂടെ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മുടെ ദൈവം നമുക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വീണെടുത്ത് കിടന്നിട്ട് നമ്മൾ അവിടെ തന്നെ കിടന്ന് ഉരുണ്ട് കളിക്കരുത്. കാരണം നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്. അയ്യോ എനിക്ക് പറ്റിപ്പോയല്ലോ എന്ന് നമ്മൾ പറയരുത്. എപ്പോഴും നമ്മൾ പറയുക ഐ ക്യാൻ ഡു, ഞാനത് ചെയ്യും, എനിക്കതിന് കഴിയും. ഐ കാൺ ഡു എന്ന് പറയരുത്. ആ ടീ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ആ ടീയെ നിങ്ങൾ എന്നേക്കുമായിട്ട് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. നമ്മളെ തേടി നല്ലത് വീണ്ടും വരാനിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് അത്രയും ഗുണമില്ലാത്ത മെച്ചമുള്ള കാര്യം ആയിരിക്കും നമ്മളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മൾക്ക് വരുന്നത് അതിലും നല്ലതായിരിക്കും. അപ്പം എല്ലാവർക്കും
പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഗ്രൂപ്പിലേക്ക്, ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓർക്ക് അറിവെന്ന് പറയുന്നത് പ്രകാശമാണ്. പ്രകാശം എപ്പോഴും നമ്മുടെ അന്ധകാരത്തെ നീക്കിക്കളയും. ഒരു മറന്നു നടക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞു കൊച്ചിൽ നിന്ന് പോലും ചില അറിവുകൾ നമുക്ക് പഠിക്കാൻ പറ്റും, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളിൽ നിന്ന് പോലും. അപ്പം നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ വിദ്യാർത്ഥികളാണ്. അപ്പം അറിവില്ലായ്മയുടെ അന്ധകാരം നമ്മൾ നല്ല കൃത്യങ്ങളിൽ നിന്ന് മാറിപ്പോകണം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വീണ് പോയെടുത്തുനിന്ന് ആരുടെയും മുമ്പിൽ നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി കൈ നീട്ടാതെ നമ്മൾ സ്വയം നമ്മൾ എഴുന്നേൽക്കുക. ഏന്തി വലിഞ്ഞോ കുത്തിയോ കൈ കുത്തിയോ എന്ത് വലിഞ്ഞോ എങ്ങനെയൊക്കെ നമ്മൾ എണീറ്റിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു വിൽ പവർ ഉണ്ടായിരിക്കണം. ഇനി ഞാൻ ഇതിനകത്ത് ആരുടെ മുമ്പിൽ ഇങ്ങനെ വീണ് കിടക്കൂല, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്യുക, എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നുള്ള ആ ഒരു ഒരു സ്വത്വബോധവും ഒരു ഇച്ഛാശക്തിയും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.